ഹായ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തത് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് മൂവ്മെന്റിൽ ജാബ് എന്ന പഞ്ചേര ചെയ്തു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് മൂവ്മെന്റിൽ ക്രോസ് എന്ന പഞ്ചും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നു. പിന്നീട് അടുത്ത ക്ലാസ്സിൽ ഇത് രണ്ടിനെയും നമ്മൾ കമ്പൈൻ ചെയ്തിട്ടായിരിക്കും ചെയ്യുക. So, got up. Same rule. 1, 2, 3, 4. So, same rules. നമ്മൾ ഫോർവേഡ് ചെയ്യുന്ന സമയത്ത് ലെഗ് ടോല് നടക്കണം. ഫ്രണ്ടിലെ ലെഗ് ആയിരിക്കും ആദ്യം ഫോർവേഡ് ചെയ്യുമ്പോൾ വെക്കുക. ബാക്ക്വേർഡ് ആവുന്ന സമയത്ത് ബാക്കിലെ ലെഗ് ആയിരിക്കും ആദ്യം വെക്കുക. കാല് വെക്കുന്ന സ്പോട്ടിൽ പഞ്ച് ചെയ്യുക. ഇതാണ് ഫസ്റ്റ് റൂൾ. അപ്പൊ എങ്ങനെ ചെയ്യാം? 1, 2, 3, 4. ബാക്കോട്ട് വന്ന 1, 2, 3, 4. Again 1, 2, 3, 4, 5. Again 1, 2, 3. ഇങ്ങനെ ആയിരിക്കും ക്രോസിൽ നമ്മൾ ഫോർവേഡ് ചെയ്യുന്നത്. കമ്പൈൻ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ആയിരിക്കില്ല. അതിലൊരു മാറ്റമുണ്ട്. അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി ബാക്ക്വേർഡ് ആണെങ്കിൽ എന്താ? സെയിം. എങ്ങനെ ചെയ്യാം? ബാക്കിലെ ലെഗിനെ ഞാൻ ആദ്യം വെക്കുന്നു, ആ സമയം പഞ്ച് ചെയ്യുന്നു. 1, 2, 3, 4. 1, 2, 3, 4. 1, 2, 3, 4. ഇവിടെ ഞാൻ എന്റെ ബോഡിയെ ഒരുപാട് സ്വിങ് ചെയ്തിട്ടില്ല. ചില ആൾക്കാർ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ 1, 2, 3, 4. അതെനിക്ക് വേണ്ട. എനിക്ക് വേണ്ടത് നിങ്ങൾക്ക് ഫ്രണ്ടിലേക്ക് ഒരിത്തിരി എന്താ പറയുക ഏന്തി പഞ്ച് ചെയ്യാം. അത് ഫൈനാണ്. പക്ഷെ സ്വിങ് ചെയ്യണം. സ്വിങ് ചെയ്യുന്നത് ഒരുപാട് ടൈം എടുക്കുന്നത് പഞ്ച് തരുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് ക്രോസ് എങ്ങനെ ചെയ്യാൻ പഠിച്ചു. അടുത്ത ക്ലാസ്സിൽ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് പഠിക്കും. അപ്പൊ ഈ രണ്ട് സ്റ്റൈലും കൂടെ ചെറിയൊരു മാറ്റം കൂടെ വരുന്നതാണ്. നമ്മളിപ്പം 3-4 ദിവസമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ബോക്സിംഗ് ക്ലാസ്സുകളെല്ലാം പഠിക്കുന്നുണ്ട്. പക്ഷെ ഇതിൽ എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു. ആദ്യത്തെ പഞ്ച് ജാബ് നിങ്ങൾക്കൊരു മാസ്റ്റർ ആവണമെങ്കിൽ നിങ്ങൾ മിനിമം അല്ലെങ്കിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരു ഡേ, ഇതെല്ലാം ഞാൻ പറയുന്നത് ഒരു ദിവസത്തെ കാര്യമാണ്. ഈ പറയുന്ന ഒരു ദിവസം ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ നിങ്ങളുടെ വീക്ക് പോയിന്റ് ഏതാ നിങ്ങൾക്ക് അറിയാം. അതിനെ പെർഫെക്റ്റ് ആക്കാൻ എത്ര തവണ ചെയ്യണമെന്നുള്ളത് നിങ്ങൾക്ക് ആലോചിച്ചാൽ അറിയാൻ പറ്റും. അപ്പോൾ ബേസിക്കലി നിങ്ങളിപ്പോൾ ജാബ് എന്ന പഞ്ച് ഒരു ദിവസം മിനിമം ഒരു 200-ൽ കൂടുതൽ തവണ നിങ്ങൾ ചെയ്യണം. ക്രോസ് എന്ന പഞ്ചും അതേപോലെ തന്നെ 200-ൽ കൂടുതൽ. അതിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ 50-ന്റെ 4 സെറ്റ് ആക്കാം. അത് നിങ്ങളുടെ ചോയ്സാണ്. ഇനി നമ്മളൊരു മൂവ്മെന്റ് പഠിക്കുകയാണ്. ഇപ്പം ഞാൻ ഫോർവേഡ് മൂവ്മെന്റ് പഠിപ്പിച്ചു തന്നു. ആ ഫോർവേഡ് മൂവ്മെന്റിന്റെ കൂടെ ജാബ് എന്ന പഞ്ചും. അപ്പം നിങ്ങൾ ഈ ഫോർവേഡ് മൂവ്മെന്റ് ഇപ്പോൾ ഒരു 10 മീറ്റർ ഗ്യാപ്പിലാണ് പ്രാക്ടീസ് ചെയ്യുന്നതെങ്കിൽ ഈ 10 മീറ്ററിന്റെ 30 സെറ്റെങ്കിലും നിങ്ങൾ ആദ്യം ഫോർവേഡ് ചെയ്ത് പഠിക്കണം. 30 കൗണ്ടിന്റെ ഒരു 4 സെറ്റെങ്കിലും നിങ്ങൾ ഫോർവേഡ് ചെയ്ത് പഠിക്കണം. അതിനുശേഷം മാത്രമേ എന്ത് ചെയ്യാവൂ? പഞ്ചസിലേക്ക് വരാവൂ. നിങ്ങളുടെ ലോവർ ബോഡിയുടെ മസിൽ മെമ്മറി നിങ്ങൾക്ക് വന്നതിന് ശേഷം ആ മസിൽ മെമ്മറിയിലേക്കാണ് നമ്മൾ പഞ്ച് ആഡ് ചെയ്യുന്നത്. ഇതൊരു ബോക്സിംഗ് എന്ന് പറയുന്നത് ആലോചിച്ച് ചെയ്യേണ്ട ഒരു കാര്യമല്ല. നാച്ചുറലി നിങ്ങൾക്ക് വരണം. ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു മൂവ്മെന്റ് ഇങ്ങനെ ഒരു സിനാരിയോ വന്നു കഴിഞ്ഞാൽ അത് നാച്ചുറലി വരണതാണ്. അപ്പൊ ആ നാച്ചുറലി വരണമെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ നിങ്ങൾ തുടക്കത്തിൽ പഠിച്ച കാര്യം അത് അവിടെ വിട്ടേക്കരുത്. പിന്നെ എല്ലാ ദിവസവും എന്ത് ചെയ്യുക? വീണ്ടും പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് അതിനൊരു പീക്ക് പോയിന്റ് എത്തും. ആ പീക്ക് പോയിന്റിലാണ് അയാൾ ഒരു നല്ല അത്ലറ്റ് അല്ലെങ്കിൽ അയാൾ നല്ലൊരു ബോക്സർ ആവുക. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്നും ഇത്ര സമയം ഇത്ര കൗണ്ട് മാക്സിമം കൗണ്ട്
പ്രാക്ടീസ് ചെയ്യുക. ഇപ്പോൾ ഒരു ദിവസം നിങ്ങൾ ജാബ് ക്രോസ് നിങ്ങളൊക്കെ പഠിച്ചു, ഇപ്പോൾ 200 എണ്ണം ചെയ്തിട്ടില്ലെങ്കിൽ അടുത്ത ദിവസം നിങ്ങൾ ഫോർവേഡ് മൂവ്മെന്റ് ആണ് എടുക്കണേ. അതിൻ്റെ മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യുക, ജാബ് മാത്രം ഒരു 100 200 നിങ്ങൾ ചെയ്യുക. ഇതിൽ തുടക്കത്തിൽ ചെയ്യുന്ന അത്ര ബുദ്ധിമുട്ട് നിങ്ങൾക്ക് എന്തായാലും ഒരു 4 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാവില്ല, കാരണം അതൊന്നുകൂടെ ലൈറ്റ് ആവും. അപ്പോൾ ആ കൗണ്ട് എന്ന് പറയുന്ന തുടക്കത്തിൽ 200 കഴിയുന്ന സമയത്ത് നിങ്ങൾ ഡെഡ് ആയിട്ടുണ്ടെങ്കിൽ അടുത്ത ദിവസം ഡെഡ് ആവില്ല. അപ്പം അത്തരത്തിൽ ആവണമെങ്കിൽ നിങ്ങൾ എന്നും പ്രാക്ടീസ് ചെയ്യണം. എന്നും പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എങ്ങനെ കൈ ഫ്രീ ആക്കി പഞ്ച് ചെയ്യാം എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അപ്പം നമ്മൾ ഇത്രയും പറഞ്ഞു തന്നത്, നിങ്ങൾ എന്നും പ്രാക്ടീസ് ചെയ്യുക. ഒരു സെക്ഷൻ കഴിഞ്ഞാൽ ആ സെക്ഷൻ അവിടെ വെക്കരുത്, ആ സെക്ഷനും കൂടെ അടുത്ത ദിവസം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അടുത്ത സെക്ഷന് മുമ്പ് പ്രാക്ടീസ് ചെയ്യണം. ഇത് കണ്ടിന്യൂ ആയിട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുക.